ഹലോ ഗൈസ്, മാഞ്ഞിക്കാരസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത് ടൂട്ടി ഫ്രൂട്ടിയാണ്. അതും സാധാരണ പപ്പായോണ്ടാണ് നമ്മൾ ഉണ്ടാക്കാറ്. ഇന്ന് ഉണ്ടാക്കാൻ പോണത് ഈ ഒരു ഐറ്റം വെച്ചിട്ടാണ്, അതായത് തണ്ണിമത്തന്റെ തൊണ്ട് വെച്ചിട്ട്. അപ്പൊ നമുക്കത് ഉണ്ടാക്കി നോക്കാം. അപ്പൊ നമുക്കിതിന്റെ ഈ പച്ച കളർ കൊണ്ട് അത് ചെത്തികളെ. നമുക്കിത് കഴുകിയിട്ട് വരാം. നമുക്കിത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. ഇത് നമുക്ക് കുറച്ച് വെള്ളത്തിൽ വേവിച്ചെടുക്കാം. വെന്തിട്ടുണ്ട്. അപ്പൊ നമ്മളൊരു 25 മിനിറ്റ് വേവിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് വേറെ പാത്രത്തിലേക്ക് ഊറ്റിയെടുക്കാം. അതിനുശേഷം ഒരു 5 ടീസ്പൂൺ പഞ്ചസാര നമുക്കിതിലിടാം. അതിൽ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കതൊന്ന് ഇളക്കി അടുപ്പത്ത് വയ്ക്കാം. ആ പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ട്. നമുക്ക് മധുരം ഒന്ന് നോക്കാം. നല്ല മധുരം ഉണ്ട്. ഇനി മധുരം നിങ്ങൾക്ക് അനുസരിച്ചിട്ട് എത്ര വേണമെങ്കിൽ ഇടാം. ഇപ്പൊ നമുക്ക് ഇതിലേക്ക് വേവിച്ച് വെച്ച തണ്ണിമത്തന്റെ തൊണ്ട് ഇടാം. ഇനി ഒരു 5 മിനിറ്റ് കിടന്ന് ഒന്നുകൂടി ഒന്ന് വേകട്ടെ. നമ്മൾ 5 മിനിറ്റ് വേവിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇത് വേറെ പാത്രത്തിലേക്ക് ഊറ്റിയെടുക്കാം. ഗ്യാസ് ഓഫ് ചെയ്യാം. വേറെ പാത്രത്തിലേക്ക് നമുക്ക് ഊറ്റിയെടുക്കാം. ഇതിന്റെ വെള്ളമൊക്കെ നന്നായി ഊരിപ്പോട്ടെ. വെള്ളമൊക്കെ നന്നായി പോയിട്ടുണ്ട്. ഇനി നമുക്കിത് 3 പാത്രത്തിലാക്കിയിട്ട് മാറ്റാം. ഇനി നമുക്ക് ഇതിലേക്ക് കളർ ചേർക്കാം. അപ്പൊ നമുക്ക് 3 കളർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഓരോന്ന് ചേർക്കാം. ഇത് റെഡാണ്. അപ്പൊ റെഡ് ചേർക്കാം ആദ്യം. അടുത്തത് യെല്ലോ. അടുത്തത് ഒരു പിങ്ക് കളറാണ്. അത് നമുക്ക് ഒഴിക്കാം. ഇത് ലിക്വിഡ് ടൈപ്പാണ്, കുഴപ്പമില്ല. നമ്മുടെ കയ്യിൽ ഏതാ കളറുള്ള വെച്ചാൽ അത് നമുക്ക് ചേർക്കാം. ഞങ്ങൾ ഗ്രീൻ കളർ കുറെ തപ്പി, പക്ഷെ കിട്ടിയില്ല. അപ്പൊ നമുക്കുള്ള കളറൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മളിപ്പോ 3 കളറും ചേർത്തു. ഫുഡ് കളറാണ് നമ്മൾ ചേർത്തിരിക്കണേ. അപ്പൊ നമുക്കിത് 3 പാത്രത്തിലാക്കിയിട്ട് ഒരു 7-8 മണിക്കൂർ വെയിലത്ത് വെച്ചിട്ട് നന്നായി ഡ്രൈ ആയിട്ട് എടുക്കാം.
അപ്പം നമുക്ക് ഓരോന്നായിട്ട് വെയിലത്ത് വെച്ച് ഒരു 7-8 മണിക്കൂർ ഇരുന്ന് ഡ്രൈ ആയിട്ട് എടുക്കാം. ട്യൂട്ടി ഫ്രൂട്ടി ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്കിനി ടേസ്റ്റ് ചെയ്ത് നോക്കാം. ബൈ ചേട്ടാ. ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്. പപ്പകായ ഇതൊരു അധികം വ്യത്യാസം തോന്നുന്നില്ല. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം താല്പര്യമുള്ളത് ഉണ്ടാക്കി നോക്കാം. ഞങ്ങൾക്ക് ഫീഡ്ബാക്ക് അറിയിക്കാം. അപ്പോൾ ഞങ്ങളുടെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.